വെള്ളം AC ബസ്സാണ്. ചെറിയ വെള്ളമായി ഒരു കണക്കിന് അമ്മ. എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ തുടങ്ങേണ്ട. ഇപ്പം മര്യാദക്കൊന്നും വീഡിയോ ഇടാൻ പറ്റാറില്ല. മൊത്തത്തിൽ ആകെ ദുഃഖ വാർത്തയാണല്ലോ. ന്യൂസിലാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഉരുൾപൊട്ടലും അതിൻ്റെ ദുഃഖ വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വീഡിയോ ചെയ്യാനൊന്നും തോന്നാറില്ല. അപ്പോൾ നമ്മൾ അവരുടെ കുടുംബത്തെയും പിന്നെ ഒരു അനാഥയായ കുട്ടികളെയും ഒക്കെ കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ വല്ലാത്തൊരു വിഷമം തോന്നും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു പൊതിച്ചോറ് ഉണ്ടാക്കി വെക്കേണ്ട. അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് റെഡിയാക്കി രാവിലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വരുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ അത് കഴിഞ്ഞതേ അമ്മുവിൻ്റെ സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ അമ്മുവിന് TC ഇതൊക്കെ വാങ്ങിക്കാനുണ്ട്, സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിയാണെങ്കിൽ വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോയത്. ബസ്സിന് പോയി ഇതേ അവിടെ ഇറങ്ങി അമ്മു ഇതേ സ്കൂളിൽ ടീച്ചർമാരെയൊക്കെ കണ്ടു, പിന്നെ ഫോട്ടോയൊക്കെ എടുത്തിട്ട്. അപ്പോൾ അമ്മുവിൻ്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വിളിച്ചു, പിന്നെ അവരായിട്ട് ഇപ്പം ഫോട്ടോയൊക്കെ എടുത്ത് അമ്മ ഒരിക്കൽ കൂടി സ്കൂളിലേക്ക് വന്നേക്കുണ്ട്. ഇപ്പോൾ അമ്മ ഒരുപാട് ആ സ്കൂളിനെ സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കുട്ടികളെയും സ്കൂളും ടീച്ചർമാരെയും ഒക്കെ കേട്ടോ. അതങ്ങനെയാണ്, നമുക്ക് ഒരിത് നമ്മൾ അവിടെ നിന്ന് പോന്നു കഴിയുമ്പോഴാണ് കൂടുതൽ അവിടുത്തെ വാല്യൂ നമ്മൾക്ക് മനസ്സിലാകും. പിന്നെ നമുക്ക് ആ ദിവസങ്ങളിലേക്ക് ഒരിക്കലും നമുക്കൊരു തിരിച്ചുപോക്ക് വരില്ല. ഇതേപോലെ വല്ലപ്പോഴും ഒരു വിസിറ്റിംഗ് നടത്തിയൊക്കെ ഓർമ്മ പുതുക്കാമെന്നല്ലാതെ. അപ്പോൾ അവളുടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് അവിടെ ബേക്കറിയിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചു ഞങ്ങൾ പിന്നെ പിരിഞ്ഞു കേട്ടോ. പിന്നെ അതേ ഇപ്പോൾ വീട്ടിൽ വന്നു. ഇപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കി വെച്ചതിൻ്റെ ഇത് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് വരുമ്പോൾ തന്നെ പിന്നെ നമുക്ക് പാത്രങ്ങളൊന്നും നിരക്കില്ല, നമുക്ക് കഴിയും. പിന്നെ പ്രത്യേകിച്ച് വലിയ കറിയൊന്നും ഉണ്ടായില്ല കേട്ടോ. തലേ ദിവസത്തെ ഒരു അയിലക്കറി ഉണ്ടായിരുന്നു, പിന്നെ ചീരത്തോരനുണ്ടായി, പിന്നെ വെളുത്തുള്ളി അച്ചാർ, പിന്നെ മീൻ വറുത്ത, അങ്ങനെ ചെറിയ കുറച്ച് കറിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഉപ്പുമാങ്ങ ചമ്മന്തി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മഴയത്തൊക്കെ ഉപ്പുമാങ്ങ ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചേക്കായിരുന്നു കേട്ടോ. ഓരോരുത്തരും സ്ഥിരമായിട്ട് ഇരിക്കുന്ന സീറ്റ് ഉണ്ട് കേട്ടോ ഡൈനിങ് ടേബിളിൽ. അപ്പോൾ അവിടെ അവരുടെ പേര് എഴുതി വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ പണിയെല്ലാം തീർത്ത് വയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ വൈകിട്ട് ഇന്ന് എൻ്റെ ഇത്തയുടെ വീട്ടിലെ പരിപാടിയുണ്ട്. അപ്പോൾ ഇത്തായൊക്കെ ഉംറയ്ക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെയാണ്. അപ്പോൾ പാത്രങ്ങളെല്ലാം നിരക്കണ്ടായാലും ഒതുക്കിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയില്ല, ഇല നമുക്ക് അങ്ങോട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇത്താട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തായും മോനുണ്ടല്ലോ അക്കു, പിന്നെ ഇക്ക എല്ലാം ഉംറക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയൊക്കെയാണ് കേട്ടോ. അതിന് മുൻപൊരു ദിവസം ഒളിച്ചു നിൽക്കണ്ട, ഞാൻ കാണിച്ചു തരാം ആയിഷാനെ. കേട്ടാ. അപ്പോൾ ഇത്തയുടെ വീട്ടിൽ നിന്ന് അവിടെ അയൽവക്കക്കാരെയും ബന്ധുക്കളെയും ഇതൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി വൈകിട്ട് ഫുഡൊക്കെ അവിടെ നിന്നാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പോരും. അപ്പോൾ ഇനി അടുത്തൊരു ദിവസം രാവിലെ തന്നെയാണ് അവർ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്ന അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇനിയിപ്പോൾ അധികം പോകാൻ പറ്റില്ല കേട്ടോ. എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. പിന്നെ മരിബൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ സമയം ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഞാൻ ഫോൺ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്കിനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളിലേക്ക് പോകാട്ടോ. ഇനിയിപ്പോൾ നമ്മൾ യാത്രയാകുന്ന ഒരിത്, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ. ഞാൻ കുറച്ചായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ രാവിലെ 7 മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ 7 മണിക്ക് നമ്മൾ ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തായൊക്കെ മോൻ്റെ കാറിനാണ് ഇത്തായൊക്കെ കയറിയത്. അപ്പോൾ ഞങ്ങൾ ഇത്തമാരൊക്കെ കുറച്ച് പേര് ഞങ്ങളിപ്പോൾ ഇക്കാക്കയുടെ കാറിലാണ് കയറിയത്. അപ്പോൾ അതേ നല്ല മഴയൊക്കെ പെയ്യേണ്ടിട്ടാ, നല്ല രസമാണ് ഇപ്പോൾ ഈ രാവിലെ തന്നെ ഇങ്ങനെ യാത്ര ചെയ്യാനിട്ട്. ഒരു പ്രത്യേക വൈബാണ് നമ്മൾ എയർപോർട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആ റോഡ് ഇങ്ങനെ പോകാനും ഇതൊക്കെ. ഈ എയർപോർട്ടിന് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം നമ്മളിവിടെ ഒരേ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ഇതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ പതിഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവർ പോകുന്ന കണ്ട് എല്ലാവരും ഒത്തുകൂടുകയും അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ അവരുടെ ഒപ്പം പോകുന്ന ഉസ്താദ് പറയുകയും ഇതൊക്കെ ചെയ്തപ്പോൾ നമ്മൾ മുൻപ് നമ്മൾ 3-4 വർഷങ്ങൾക്ക് മുൻപ് പോയ ഒരു രംഗം ഇതൊക്കെ ഓർമ്മ വന്നിട്ടോ. അന്ന് എല്ലാവരും കൂടി ഞങ്ങളെ ഇതുപോലെ യാത്രയക്കാൻ വന്നതും ഇതൊക്കെ. നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് വീണ്ടും വീണ്ടും പോകണം ഇങ്ങനെ ആഗ്രഹം തോന്നും. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ അകത്തേക്ക് കയറി പോകുമ്പോൾ നമുക്കും തോന്നും ഒന്നങ്ങ് പോയാലോ എന്ന ആഗ്രഹം തോന്നും കേട്ടോ. പിന്നെ അവരെ യാത്രയൊക്കെ അവരെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പിന്നെ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ
പിന്നെ പോരുകയല്ലാതെ പിന്നെ എന്തായാലും ഇനി 4-5 മണിക്കൂർ നേരത്തെ ഉണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, കണ്ണൂർ മുതൽ ആലപ്പുഴ അങ്ങനെയൊക്കെ പല സ്ഥലത്തുള്ള ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഒത്തുവരാൻ വേണ്ടിയിട്ടാണ് 7 മണിക്ക് ഇവിടെ എത്തണമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവർ പിന്നെ അകത്തേക്ക് കയറാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വാപ്പച്ചിയെ ഓർമ്മ വരും കേട്ടോ. അന്ന് ഞങ്ങളെ യാത്ര അയക്കാനും ഞങ്ങളുടെ ഒപ്പം വാപ്പച്ചി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ സ്വീകരിക്കാനും ഞങ്ങൾ വരുന്ന ഒരു സമയത്ത് ഞങ്ങൾ കുറേ ഡിലേ ആയിട്ടാണ് ഇവിടെ എയർപോർട്ടിലെത്തിയത്. അപ്പോൾ പിന്നെ വാപ്പച്ചി കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വല്ലാത്ത ടെൻഷൻ അടിച്ചിരുന്ന ആ മുഖം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് വരാത്തത്, പിള്ളേരെന്താ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് വാപ്പച്ചി ഇരുന്ന് പറഞ്ഞ രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കണ്ടപ്പോഴേക്കും വാപ്പച്ചിയുടെ ആ വിഷമവും ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കും വിഷമമായി. അങ്ങനെ ആ ഓർമ്മകൾ എന്നും മനസ്സിലുണ്ട് കേട്ടോ, വാപ്പച്ചിയുടെ ആ മുഖവും ഇതൊക്കെ. മെട്രോന്റെ അങ്ങോട്ട് പോണ ബസ് ഇവിടുന്ന് നമുക്ക് കൊച്ചി മെട്രോയിലേക്ക് നമുക്ക് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം കേട്ടോ. മെട്രോൻ്റെ ബസ് സൗകര്യം ഇവിടുന്ന് ലഭ്യമാണ്. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഇങ്ങനെ പൊടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ്, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും നമുക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തടെ മോനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. അപ്പോൾ അവന് വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അതേ എയർ അടിക്കാൻ വേണ്ടി ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയേക്കാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന വീഡിയോയിലേക്ക് പോകാട്ടോ. ആ വിശേഷങ്ങൾ കുറച്ച് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇന്ന് ഞായറാഴ്ചയാണ്, ഞായറാഴ്ചത്തെ വിശേഷമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കല്യാണം ഉണ്ട്, അപ്പോൾ അതിനൊക്കെ പോകണം. അപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ അതേ ഫ്ലൈറ്റ് വന്ന് അവിടെ ലാൻഡ് ചെയ്യാൻ വന്നേക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല കാഴ്ചയായിരുന്നു. നമ്മുടെ കാറിൻ്റെ തൊട്ട് മേളിലായിട്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക പറഞ്ഞു നമുക്ക് ഏതെങ്കിലും നോൺ വെജ് റെസ്റ്റോറൻറ്റിൽ എവിടെയെങ്കിലും നിർത്താം, പൊറോട്ട കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് കല്യാണമൊക്കെ ഉച്ചയ്ക്കുണ്ട്, അപ്പോൾ എന്തായാലും വെജിറ്റേറിയനിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ അതേ ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്നേക്കട്ടോ. അപ്പോൾ അകത്തേക്ക് കയറിയപ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ, നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. എല്ലാവരും രാവിലെ തന്നെ യാത്രക്കാരും ഒക്കെ വന്ന് കഴിക്കണ്ടായിരുന്നു. പ്രത്യേകിച്ച് എയർപോർട്ടിലേക്ക് പോകുന്നവരൊക്കെ വന്ന് ഇവിടെ കഴിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇഡലിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവർ മസാല ദോശ പറഞ്ഞു. പിന്നെ ഇക്കൊക്കെ ഒരു സെറ്റ് പൂരിയും വാങ്ങിച്ചിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ വട നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. ഈ വട കൊച്ചിയിലൊക്കെ അപൂർവമായിട്ടൊക്കെയാണ് ഇങ്ങനത്തെ വടയൊക്കെ കിട്ടാറുള്ളൂ. പക്ഷേ ഇവിടുത്തെ വട നല്ലതായിരുന്നു. ദോശയും അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. നല്ല പൂ പോലെയുള്ള നല്ല ഇഡ്ഡലി നമുക്ക് കിട്ടി കേട്ടോ. നമ്മൾ ബാംഗ്ലൂർ ഇവിടെ നിന്നൊക്കെ കഴിക്കുന്ന രീതിയിലുള്ള ഇഡ്ഡലി തന്നെ നമുക്ക് കിട്ടി. പിന്നെ നല്ല ചമ്മന്തി, 3 തരത്തിലുള്ള ചമ്മന്തി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൂരി ഓർഡർ ചെയ്തപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന സൈസ് വലിയ റൗണ്ടിലുള്ള ഒരു പൂരി ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ വന്നപ്പോൾ പിള്ളേർ പറയുമായിരുന്നു ഇത് ഉമ്മി വീട്ടിലുണ്ടാക്കുന്ന സൈസ് തന്നെ പൂരിയാണല്ലോ എന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു വയറ് നിറച്ച് നമ്മൾ യാത്രയുണ്ടാവും. പക്ഷേ ഇക്കാക്ക് കൂടുതലും നോൺ വെജാണ് ഇഷ്ടം, വെജിറ്റേറിയൻ അത്ര അങ്ങ് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഇനിയിപ്പോൾ നോൺ വെജ് കഴിക്കാമല്ലോ എന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോകണ്ട. ഇനിയിപ്പോൾ മൂത്തിത്തായാണ് ഇപ്പോൾ കാറിലിരിക്കുന്നത്. അപ്പോൾ ഇത്താനെ ഇവിടെ വീട്ടിൽ ഇറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഇനി പോകാനായിട്ട്. അപ്പോൾ രണ്ടാമത്തെ ഇത്തായൊക്കെയാണ് ഇപ്പോൾ ഉംറയ്ക്ക് പോയത്. അപ്പോൾ ഇത്താടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ബാഗൊക്കെ എടുത്തിട്ട് വേണം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ. ഇനിയിപ്പോൾ നമുക്ക് കല്യാണത്തിന് പോകണം. അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. വീട്ടിലേക്ക് വന്ന് പിന്നെ ഞങ്ങൾ ധൃതി പിടിച്ച് റെഡി ആകുന്ന ഒരു തിരക്കായിരുന്നു. അപ്പോൾ കല്യാണത്തിന് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകട്ടോ.
കല്യാണത്തിനവിടെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ രാവിലെ എന്തായാലും വെജിറ്റേറിയനാണല്ലോ കഴിച്ചത്. അപ്പം ഇനി എന്തായാലും നെയ്ച്ചോറും ബീഫ് ചാപ്സും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ, ബീഫ് ചാപ്സും നെയ്ച്ചോറും. അത് കഴിഞ്ഞതേ അമ്മ ഇവിടെ നല്ല ഇടിയിലാണ് കേട്ടോ ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട്. അവിടെ മുതിർന്നവരും എല്ലാവരും നല്ല തിരക്കിലാണ്. ഐസ്ക്രീം ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്, മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം തന്നെയാണ് ഐസ്ക്രീം എന്ന്. അതെ, അമ്മവും കൊണ്ടുവന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇടി ഉണ്ടാക്കി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടോ എനിക്കും. ഉണ്ണയും ഉപ്പച്ചിയും കൂടിയുണ്ട് ഒരുമിച്ച് കഴിക്കാൻ. അവരെ പിന്നെ കണ്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നേക്കാണ്. അപ്പോൾ വില്ലയിലൊന്ന് കയറാൻ വേണ്ടി വന്നേക്കണ്ട. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി വീടുകളൊക്കെ ഇങ്ങനെ വർക്ക് കഴിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളും ഇതൊക്കെ ഞാൻ ഇനി ഒരു ദിവസത്തെ വീഡിയോയിൽ കാണിച്ചു തരാട്ടോ. അപ്പോൾ പുതിയ പുതിയ മോഡലിൽ നല്ല വീടുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തായാലും നമുക്ക് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. കാരണം അവിടെ മഴ പെയ്ത് ചെളിയും ഇതൊക്കെ കെട്ടിക്കിടക്കുക, നമ്മുടെ ഡ്രസ്സൊക്കെ ചീത്തയാവും. അപ്പോൾ നമ്മൾ പിന്നെ നേരെ പിന്നെ വീട്ടിലേക്ക് പോരേണ്ട. അപ്പോൾ ഇനി പുറത്തേക്ക് എങ്ങും പോകുന്നില്ല. അപ്പോൾ സമയമില്ല, ഹസ്ബൻഡിന് പല കാര്യങ്ങളുണ്ട്, കണക്കൊക്കെ നോക്കാനുണ്ട്, സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പിള്ളേർ പറഞ്ഞിട്ട് പിന്നെ സമ്മതിച്ചില്ല, വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ ഉണ്ണിക്കാണെങ്കിൽ പഠിക്കാനും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ടത്തേക്കുള്ള ഫുഡാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വൈകിട്ട് ഇനിയിപ്പോൾ എന്തായാലും കഞ്ഞി, ഉച്ചയ്ക്ക് ബിരിയാണിയെ കഴിച്ചാൽ വൈകിട്ട് ഒന്നല്ലെങ്കിൽ 2 ചപ്പാത്തി, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് കഞ്ഞി കുടിക്കാൻ തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ കുത്തരിയുടെ നല്ല കഞ്ഞി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല കാന്താരി മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പുമാങ്ങയും കൂട്ടി ഞാനത് ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ കുത്തരിയുടെ കഞ്ഞിയും ഇതാണ് കേട്ടോ ഞങ്ങളുടെ രാത്രിത്തെ. വേറെ ആർക്കും അങ്ങനെ അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഞാൻ കുടിക്കണം കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും അത് മതി ഇതും പറഞ്ഞ് പിന്നെ ഒരു മുട്ടയും വറുത്ത് അങ്ങനെ എല്ലാവരുടെ ഫുഡും ഞങ്ങളുടെ ഞായറാഴ്ച രാത്രിത്തെ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.